നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. നേപ്പാളിൽ സർക്കാരിനെതിരെ ജൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കൾ ആരംഭിച്ച പ്രക്ഷോഭം അക്രമാസക്തം. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി, പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേൽ എന്നിവരുടെ സ്വകാര്യ വസതികൾ പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കിയെന്നാണ് റിപ്പോർട്ട്. വിവിധ മന്ത്രിമാരുടെ വീടുകളും തീവച്ച് നശിപ്പിച്ചു. വ്യാപാര ചർച്ചകളുടെ ഭാഗമായി ഇന്ത്യയിലുള്ള യൂറോപ്യൻ യൂണിയൻ ട്രേഡ് കമ്മീഷണറെ സെപ്റ്റംബർ 12-ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കാണും. ഖത്തറുമായുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറും അടുത്ത മാസത്തോടെ ഇന്ത്യ പ്രഖ്യാപിക്കാൻ സാധ്യത. തായ്ലൻഡിലെ മുൻ പ്രധാനമന്ത്രി തക്സീൻ ഷിനവത്ര നിർബന്ധമായും 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് സുപ്രീം കോടതി വിധി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ UK-യിലുള്ള 2ാമത്തെ സംസ്ഥാന സന്ദർശന വേളയിൽ ട്രംപിനെതിരെ കനത്ത പ്രതിഷേധം ഉയർത്താൻ ഒരുങ്ങി സ്റ്റോപ്പ് ട്രംപ് കോalition. വിൻസർ കാസിലിൽ ഡ്രോണുകളുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷയൊരുക്കാൻ പോലീസ്. കൂട്ടത്തോടെ US വിടാൻ ശാസ്ത്രജ്ഞർ. ഗവേഷകർക്ക് US-ലെ തൊഴിൽ സുരക്ഷിത അന്തരീക്ഷം ഇല്ലാതാക്കിയതായി റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ സർക്കാരിനെതിരെ ജൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കൾ ആരംഭിച്ച പ്രക്ഷോഭം അക്രമാസക്തം. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി, പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേൽ എന്നിവരുടെ സ്വകാര്യ വസതികൾ പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കിയെന്നാണ് റിപ്പോർട്ട്. വിവിധ മന്ത്രിമാരുടെ വീടുകളും തീവച്ച് നശിപ്പിച്ചു. അതിനിടെ പ്രതിഷേധം വീണ്ടും ശക്തമായതോടെ 2 മന്ത്രിമാർ കൂടി ചൊവ്വാഴ്ച രാജിവെച്ചു. ജലവിതരണ വകുപ്പ് മന്ത്രി പ്രദീപ് യാദവ്, കൃഷിമന്ത്രി രാംനാഥ് അധികാരി തുടങ്ങിയവരാണ് രാജിവെച്ചത്. CPN മാവോയിസ്റ്റ് സെന്റർ ചെയർമാൻ പുഷ്പ കമാൽ ദഹലിന്റെ ദളിത്പൂരിലെ വീടും നേപ്പാളി കോൺഗ്രസ് പ്രസിഡന്റും മുൻ പ്രധാനമന്ത്രിയുമായ ഷേർ ബഹാദൂർ ദൌബയുടെ വീടും ചൊവ്വാഴ്ച തീവച്ച് നശിപ്പിച്ചു. ഷേർ ബഹാദൂറിന്റെ വീട്ടുവളപ്പിലുണ്ടായിരുന്ന വാഹനങ്ങളും അടിച്ചു തകർത്തു. ജൻസി വിപ്ലവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ച ആഭ്യന്തരമന്ത്രി രമേശ് ലേഖകിന്റെ വീടിന് നേരെയും ചൊവ്വാഴ്ച ആക്രമണമുണ്ടായി. രമേശ് ലേഖകിന്റെ നായ്ക്കാബിലെ വസതി പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കി. കീർത്തിപൂരിലെ മുനിസിപ്പാലിറ്റി കെട്ടിടവും പ്രതിഷേധക്കാർ തീവച്ച് നശിപ്പിച്ചു. മുൻ ഉപപ്രധാനമന്ത്രി രഘുവീർ മഹാസേതിന്റെ വീടിനു നേരെ കല്ലേറുമുണ്ടായി. വിവിധ സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചുള്ള ഉത്തരവ് പിൻവലിച്ചിട്ടും നേപ്പാളിൽ യുവാക്കളുടെ പ്രക്ഷോഭം തുടരുകയാണ്. തിങ്കളാഴ്ചയുണ്ടായ പ്രക്ഷോഭങ്ങളിൽ 19 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ പുറത്താക്കണമെന്നും സർക്കാർ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടാണ് ചൊവ്വാഴ്ച വീണ്ടും പ്രതിഷേധം ആരംഭിച്ചത്. 347 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ചൊവ്വാഴ്ചയും യുവാക്കൾ അക്രമാസക്തരായി എന്നാണ് റിപ്പോർട്ട്. സർക്കാരിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ കാഠ്മണ്ഡുവിലെ പാർലമെന്റിന് മുന്നിൽ നൂറുകണക്കിന് യുവാക്കളാണ് സംഘടിച്ചത്. കാഠ്മണ്ഡുവിൽ വീണ്ടും കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇത് ലംഘിച്ചാണ് യുവാക്കൾ ചൊവ്വാഴ്ച രാവിലെ വീണ്ടും തെരുവിലിറങ്ങിയത്. ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവ ഉൾപ്പെടെ 26 സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതോടെയാണ് വെള്ളിയാഴ്ച ആരംഭിച്ച പ്രക്ഷോഭത്തെ തിങ്കളാഴ്ച സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ കലാപ സമാനമായി. സ്ഥിതിഗതികൾ കൈവിട്ടതോടെ തിങ്കളാഴ്ച രാത്രി വൈകി സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം സർക്കാർ പിൻവലിച്ചിരുന്നു. എന്നാൽ നിരോധനം നീക്കിയെങ്കിലും 19 പേർ കൊല്ലപ്പെട്ടതിന് കാരണം സർക്കാരാണെന്നും സർക്കാരിനെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടാണ് യുവാക്കൾ വീണ്ടും തെരുവിലിറങ്ങിയത്. വ്യാപാര ചർച്ചകളുടെ ഭാഗമായി ഇന്ത്യയിലുള്ള യൂറോപ്യൻ യൂണിയൻ ട്രേഡ് കമ്മീഷണറെ സെപ്റ്റംബർ 12-ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കാണും. ഖത്തറുമായുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറും അടുത്ത മാസത്തോടെ ഇന്ത്യ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസിലാൻഡ്, ചിലി, പെറു എന്നിവരുമായുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങളുമായി ബന്ധമുറപ്പിക്കുന്നത് വഴി US നികുതി മൂലമുള്ള ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. EUമായുള്ള വ്യാപാര കരാർ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2023-24 EUമായുള്ള ഇന്ത്യയുടെ വ്യാപാരം $137.41 ബില്യൺ പുതിയ കരാർ സാധ്യമായാൽ ഈ നമ്പറുകൾ കുതിക്കും. ഖത്തറുമായുള്ള കരാർ ഊർജ്ജ പെട്രോളിയം മേഖലയ്ക്ക് കൂടുതൽ കരുത്തേകും. ഇത്തരം നടപടികൾ ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയെ ശക്തിപ്പെടുത്തും. അതേസമയം ഈ കരാറുകൾ ആഭ്യന്തര വ്യവസായങ്ങളെ ബാധിക്കാതെ നോക്കേണ്ടതും വളരെ അനിവാര്യമാണ്. തായ്ലൻഡിലെ മുൻ പ്രധാനമന്ത്രി തക്സീൻ ഷിനവത്ര നിർബന്ധമായും 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. 2023 സ്വയം പ്രഖ്യാപിത പ്രവാസത്തിൽ നിന്ന് അദ്ദേഹം രാജ്യത്തേക്ക് മടങ്ങിയപ്പോൾ അഴിമതിക്കും അധികാര ദുർവിനിയോഗത്തിനും ലഭിച്ച 8 വർഷത്തെ തടവ് കൃത്യമായി അനുഭവിച്ചിട്ടില്ല എന്ന് കോടതി വിധിച്ചു. രാജ്യത്ത് തിരിച്ചെത്തിയ ശേഷം തക്സീൻ 24 മണിക്കൂറിൽ താഴെ മാത്രമേ ജയിലിൽ കഴിഞ്ഞുള്ളൂ. ആശുപത്രിയിൽ കഴിയുന്നത് ജയിൽ ശിക്ഷയായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ജഡ്ജി വായിച്ച വിധിയിൽ പറയുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒരു ആശുപത്രിയുടെ VIP വിഭാഗത്തിലേക്ക് മാറ്റി പരോളിൽ പുറത്തിറങ്ങുന്നതിന് മുൻപ് 6 മാസം അവിടെ താമസിച്ചു. തക്സീൻ ആശുപത്രിയിൽ തുടരാൻ അനുവദിച്ച ക്രമീകരണം നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വിധിന്യായത്തിൽ കണ്ടെത്തി. പരിക്കേറ്റ് കങ്കാരുവിനെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനമിടിച്ച് മെൽബണിൽ 2 നേപ്പാളി നഴ്സുമാർക്ക് ദാരുണാന്ത്യം. മെൽബണിന്റെ വടക്കു ഭാഗത്തുള്ള ഹ്യൂംഫ്രീയെയും
പരിക്കേറ്റ കങ്കാരുവിനെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനം ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്തുക്കളായ 2 നേപ്പാളി സ്ത്രീകൾ കൊല്ലപ്പെട്ടു. മെൽബണിലെ ആൻഫ്രഡ് ആശുപത്രിയിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന ബെവറേജിൽ നിന്നുള്ള സർല ഖഡ്ഗയും തോമസ് ടൗണിൽ നിന്നുള്ള അരീസ സുവാലുമാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു. നഗരത്തിലേക്ക് വാഹനം ഓടിക്കുന്നതിനിടെ ഒരു കങ്കാരുവിനെ ഇടിച്ചതായും അതിനെ ശുശ്രൂഷിക്കുന്നതിനിടെ മറ്റൊരു വാഹനം അതിവേഗത്തിൽ വന്ന് അവരെ ഇടിച്ചതായും വിക്ടോറിയ പോലീസ് പറഞ്ഞു. ഇനി യൂറോപ്പ് ന്യൂസിലേക്ക്. വെടിയും പുകയും ഇല്ലാത്ത ദീപാവലിയും. ഇങ്ങനെയാണ് കൗൺസിലുകൾ നിലപാടെടുക്കുന്നതെങ്കിൽ യുകെയിലെ ഇന്ത്യക്കാരുടെ ദീപാവലി കരിമരുന്നില്ലാത്ത ശോഭകേടിലൂടെയാകും കടന്നുപോവുക. ടർക്കി വിഭവമല്ലാത്ത ക്രിസ്മസ് അത്താഴ വിരുന്നു പോലെ. ലേബർ പാർട്ടി ഭരിക്കുന്ന കൗൺസിൽ വെടിക്കെട്ടിനും സ്റ്റേജ് ഷോയ്ക്കും ദീപാവലി ഗ്രാമത്തിനുമുള്ള അനുമതി സുരക്ഷാ കാരണത്താൽ നിരാകരിച്ചതോടെ ലെസ്റ്ററിലെ ദീപാവലി ആഘോഷത്തിന് ഇക്കുറി ശോഭ മങ്ങിയേക്കുമെന്ന് റിപ്പോർട്ട്. ഇതോടെ തെരുവുകളിൽ മൺചിരാതുകളും LED ലൈറ്റുകളുമായി ആഘോഷം ഒതുങ്ങും. വിവിധ ഏജൻസികൾ അടങ്ങിയ ഒരു സേഫ്റ്റി അഡ്വൈസറി ഗ്രൂപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ തീരുമാനം. കഴിഞ്ഞ വർഷത്തെ ആഘോഷങ്ങൾക്ക് ഏകദേശം 55,000-ഓളം പേരോളം പങ്കെടുത്തിരുന്നു. ഇത് വൻ തിരക്ക് സൃഷ്ടിച്ചെന്നും എമർജൻസി റൂട്ടുകൾ തടസ്സപ്പെടുത്തിയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ രീതിയിൽ ഈ ഉത്സവം നടത്താനാകില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനു പകരമായി ഒക്ടോബർ 20-ന് ബെൽഗ്രേവ് റോഡ് അടച്ചിടും. ഗോൾഡൻ മെയിലിലെ റെസ്റ്റോറന്റുകളിൽ എത്തുന്നവർക്കും ഷോപ്പിംഗിനെത്തുന്നവർക്കും സൗകര്യമൊരുക്കാനാണിത്. ദീപത്തിന്റെ ആകൃതിയിലുള്ള റാന്തലുകൾ ഉൾപ്പെടെ 6,000 LED ലൈറ്റുകൾ എല്ലാ വിളക്കുകാലുകളിലും അലങ്കാരത്തിനായി തൂക്കും. പ്രദേശത്തെ ഇന്ത്യൻ കുടുംബങ്ങളിൽ നിന്നും ഇതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കൊടുങ്കാറ്റിനും വെള്ളപ്പൊക്കത്തിനും സാധ്യത. ഇംഗ്ലണ്ടിൽ വരൾച്ച തുടരുമ്പോൾ തന്നെ കനത്ത കൊടുങ്കാറ്റ് വീശാനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. ഈ ശരത്കാലത്ത് ജീവനും സ്വത്തിനും ഭീഷണിയായ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട്. യുകെയിലുടനീളം കാലാവസ്ഥ അസ്ഥിരമായി തുടരുകയെന്ന് വളർച്ചയും വെള്ളപ്പൊക്കത്തെയും കുറിച്ച് മെറ്റ് ഓഫീസ് പറഞ്ഞു. കൂടിയ വിൽപ്പനയെ നികുതി ആശങ്ക തളർത്തുന്നു. ഓഗസ്റ്റിൽ ചൂടുള്ള കാലാവസ്ഥയും പലിശ നിരക്ക് കുറയ്ക്കലും കാരണം യുകെയിലെ റീറ്റെയിൽ വിൽപ്പന വർദ്ധിച്ചതായി കണക്കുകൾ. ഭക്ഷണം, പാനീയങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പന ഈ കാലത്ത് ശക്തമായി എന്നാണ് കണക്കുകളെങ്കിലും വരാനിരിക്കുന്ന ഉയർന്ന നികുതി ആശങ്കകൾ ക്രിസ്മസ് ഉത്സവകാല വിപണിയെ ബാധിക്കുമെന്ന് വ്യാപാരികൾ ഭീതിയിലാണ്. KPMGയുമായി ചേർന്ന് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം നടത്തിയ ഏറ്റവും പുതിയ സർവേ പ്രകാരം റെക്കോർഡ് ചൂടുള്ള കാലാവസ്ഥയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കലും ഓഗസ്റ്റിലെ റീറ്റെയിൽ വിൽപ്പന ഉയർത്തി. എന്നാൽ ക്രിസ്മസിന് മുൻപുള്ള നിർണായക വ്യാപാര കാലയളവിൽ നികുതി വർധനവിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഉപഭോക്താക്കളെ പിന്നോട്ടടിക്കുമെന്ന് റിറ്റെയിലർമാർ ഭയപ്പെടുന്നു. ഭക്ഷണത്തിനും പാനീയങ്ങൾക്കുമുള്ള ഉപഭോക്തൃ ചെലവ് വർദ്ധിച്ചതോടെ റീറ്റെയിൽ വിൽപ്പന വർഷം തോറും 3.1% വർദ്ധിച്ചു. പുതിയ അധ്യയന വർഷത്തിനായി മാതാപിതാക്കൾ കുട്ടികളെ സജ്ജമാക്കിയതിൽ കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിൽപ്പന മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ട്രംപിനെതിരെ യുകെയിൽ പ്രതിഷേധം കടുക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുകെയിലേക്കുള്ള 2ാമത്തെ സംസ്ഥാന സന്ദർശന വേളയിൽ ട്രംപിനെതിരെ കനത്ത പ്രതിഷേധമുയർത്താൻ ഒരുങ്ങി സ്റ്റോപ്പ് ട്രംപ് കോalition. ട്രംപിന്റെ യുകെയിലെ ആദ്യ ദിവസം മധ്യ ലണ്ടനിൽ സ്റ്റോപ്പ് ട്രംപ് കോalition ഒരു ബഹുജന പ്രകടനം നടത്തും. വിൻസർ കാസിലിനടുത്ത് കൂടുതൽ പ്രതിഷേധം ആസൂത്രണം ചെയ്യും. വിൻസർ കാസിലിൽ ഡ്രോണുകളുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സുരക്ഷയൊരുക്കുമെന്ന് പോലീസ് അറിയിച്ചു. സെപ്റ്റംബർ 17 മുതൽ 19 വരെ വിൻസർ കാസിലിൽ രാജാവിന്റെ അതിഥികളായി തങ്ങുന്ന US പ്രസിഡന്റിനെയും ഭാര്യ മെലാനിയ ട്രംപിനെയും സ്വീകരിക്കാൻ ആചാരപരമായ സ്വീകരണവും സംസ്ഥാന വിരുന്നും ഉണ്ടാകും. ഈ സമയത്ത് ബെൽക്ഷെയർ പട്ടണത്തിൽ 24 മണിക്കൂറും പോലീസ് ഓപ്പറേഷൻ ഉണ്ടായിരിക്കും. സംസ്ഥാന സന്ദർശന റിഹേഴ്സൽ നടക്കുന്ന സെപ്റ്റംബർ 16 മുതൽ സെപ്റ്റംബർ 18 വരെ വ്യോമാതിർത്തിയിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തും. പോലീസ് ഇതര ഡ്രോണുകളും ചെറിയ വിമാനങ്ങളും സംരക്ഷിത പ്രദേശത്തിലൂടെ പറക്കാൻ അനുവദിക്കില്ല. ഹീത്രോവിൽ ഉണ്ടായത് മാസ് ഹിസ്റ്റീരിയ. അപകടകാരിയായ വസ്തുക്കൾ ഉണ്ട് എന്ന റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം അടിയന്തരമായി അടച്ചിട്ട ഹീത്രോ ടെർമിനൽ 4 സുരക്ഷിതമാണ് എന്ന് പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം രാത്രി 8 മണിക്ക് ശേഷം ടെർമിനൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ദുരൂഹമായ രാസവസ്തുക്കൾ അടങ്ങിയ ഒരു പാക്കറ്റ് കണ്ടെത്തിയതിനെ തുടർന്ന് ഹീത്രോ വിമാനത്താവളത്തിന്റെ ടെർമിനലിൽ നിന്നും യാത്രക്കാരെ ഒഴിപ്പിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ മാസ് ഹിസ്റ്റീരിയ കാരണം 21 പേർക്ക് മെഡിക്കൽ ചികിത്സ നൽകേണ്ടതായും വന്നു. അപകട സാധ്യതയുള്ള രാസവസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് ടെർമിനൽ 4 3 മണിക്കൂറോളമാണ് അടച്ചിട്ടത്. ഫയർ ബ്രിഗേഡിന്റെ പരിശോധനയിൽ ഒരു പ്രതികൂല വസ്തുവിന്റെയും അംശം പോലും കണ്ടെത്തിയില്ല എന്ന് മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു. വിമാനത്താവളത്തിൽ ഉണ്ടായത് ഒരു സമൂഹ വിഭ്രാന്തിയായിരുന്നെന്നും മെട്രോപൊളിറ്റൻ പോലീസിന്റെ വക്താവ് അറിയിച്ചു. ആകെ 21 രോഗികൾക്ക് ചികിത്സ നൽകിയതായും ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും മറ്റുള്ളവരെല്ലാം സംഭവ സ്ഥലത്ത് തന്നെ ഡിസ്ചാർജ് ചെയ്തതായും ലണ്ടൻ ആംബുലൻസ് സർവീസ് വക്താവ് പറഞ്ഞു. തിരിച്ചെടുത്തില്ലെങ്കിൽ വിസയില്ല. നാടുകടത്തുന്ന കുടിയേറ്റക്കാരെ തിരികെ എടുക്കാൻ സമ്മതിക്കാത്ത രാജ്യങ്ങൾക്ക് വിസ അനുവദിക്കില്ല എന്ന കടുത്ത തീരുമാനം 5 ഐസ് ഇന്റലിജൻസ് സഖ്യത്തെ അറിയിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്.
കുടിയേറ്റം തടയാൻ പുതിയ നയങ്ങൾ കൊണ്ടുവരുമെന്നും ബ്രിട്ടനിൽ നിന്നും മറ്റ് വികസിത രാജ്യങ്ങളിൽ നിന്നും തിരികെ അയക്കുന്ന കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും നിയമപരമായി ബ്രിട്ടനിലെത്താൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും ഇതിന്റെ ശിക്ഷ അനുഭവിക്കുക എന്നും ഷബാന നിലപാട് വ്യക്തമാക്കി. അനധികൃത കുടിയേറ്റം തടയുന്നതിൽ സഹകരിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന കാര്യത്തിൽ ഫൈവ് ഐസ് ഇന്റലിജൻസ് സഖ്യത്തിലെ അംഗങ്ങളായ UK, US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ യോജിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഭാവിയിൽ നൽകുന്ന വിസകളുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയോ അതല്ലെങ്കിൽ പൂർണ്ണമായി നിർത്തലാക്കുകയോ ചെയ്യാം. ഫൈവ് ഐസ് രാഷ്ട്രങ്ങൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പുതിയ മേഖലയാണ് ഈ തീരുമാനം വഴി തുറന്നു കിട്ടിയിരിക്കുന്നതെന്ന് മഹ്മൂദ് പറഞ്ഞു. ചെറുയാനങ്ങളിലൂടെ എത്തുന്ന അഭയാർത്ഥികളെ തടയാൻ ഏതു മാർഗവും സ്വീകരിക്കും. 2022 നാഷണാലിറ്റി ആൻഡ് ബോർഡർ ആക്ട് പ്രകാരം മറ്റൊരു രാജ്യത്തിനെതിരെ വിസ പെനാൽറ്റി നടപടികൾ എടുക്കാൻ ഹോം സെക്രട്ടറിക്ക് അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യം ബ്രിട്ടനിൽ നിന്നും നാടുകടത്തുന്ന ഇവരുടെ പൗരനെ സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ ഈ നിയമം ബാധകമാകും. കഴിഞ്ഞ കൺസർവേറ്റീവ് സർക്കാർ കൊണ്ടുവന്ന നിയമത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ ഹോം സെക്രട്ടറിയുടെ നയം പ്രവർത്തിക്കുക എന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് പറഞ്ഞു. മക്രോണിന്റെ വലം കൈ പുറത്ത്. ഫ്രഞ്ച് പാർലമെന്റിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പ്രധാനമന്ത്രി ഫ്രാൻസോ ബെയ്റോ രാജിവെച്ചു. 573 അംഗ പാർലമെന്റിൽ 364 പേരാണ് വിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തത്. 2017 ഇമ്മാനുവൽ മക്രോൺ പ്രസിഡന്റ് ആയതിനു ശേഷം രാജിവെച്ചൊഴിയുന്ന 6ാമത്തെ പ്രധാനമന്ത്രിയാണ് ബെയ്റോ. കഴിഞ്ഞ 2 വർഷത്തിനിടെ 4 പ്രധാനമന്ത്രിമാർ ഭരിച്ച ഫ്രാൻസിൽ ഇതോടെ പുതിയ രാഷ്ട്രീയ സ്ഥിരത ഉടലെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 9 മാസമായി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുന്ന ബെയ്റോ കൊണ്ടുവന്ന ചെലവ് ചുരുക്കൽ പദ്ധതിക്കെതിരെ നാഷണൽ അസംബ്ലി വോട്ട് ചെയ്തതോടെയാണ് രാജി. രാജ്യത്തിന്റെ ദേശീയ കടം കുതിച്ചുയരുന്ന ഘട്ടത്തിലായിരുന്നു കടുത്ത ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് ബെയ്റോ തിരിഞ്ഞത്. അധികാരത്തിൽ തുടരാൻ കടുത്ത പോരാട്ടം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും തിങ്കളാഴ്ച രാത്രിയോടെ ഗവൺമെന്റിന്റെ പതനം ഉറപ്പായി. ബോൺമൗത്ത് മലയാളി ഓണം. ബോൺമൗത്ത് മലയാളി അസോസിയേഷൻ അതിഗംഭീരമായി ഓണം 2025 ആഘോഷിച്ചു. ബോൺമൗത്ത്, പൂൾ, ക്രൈസ്റ്റ് ചർച്ച് മേഖലകളിലെ മലയാളികളെ ഒരുമിപ്പിച്ച സാംസ്കാരിക പാരമ്പര്യ വിരുന്ന് കഴിവിനെയും ഐക്യത്തിനെയും ഓർമ്മകളാൽ വിസ്മയിപ്പിക്കുന്ന ആഘോഷമാക്കി. യുവ പ്രതിഭകളുടെ നൃത്തങ്ങളും അസോസിയേഷനിലെ വനിതകൾ അവതരിപ്പിച്ച തിരുവാതിരയും കുട്ടികളും മുതിർന്നവരും ആവേശത്തോടെ പങ്കെടുത്ത വടംവലിയും ആഘോഷത്തിന് നിറം പകർന്നു. അടുത്തിടങ്ങളിലെ മലയാളി സംഘടനകളുടെയും മുൻപ് സ്ഥാപിതമായിരുന്ന അസോസിയേഷനുകളുടെയും അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം ബോൺമൗത്ത് മലയാളി അസോസിയേഷൻ വലിയ ഊർജവും പ്രോത്സാഹനവും നൽകി. വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച കുട്ടികളെ അഭിനന്ദിക്കുകയും കഴിവുറ്റ ഗായകർ അവതരിപ്പിച്ച ഗാനങ്ങൾ ആഘോഷത്തിന് കൂടുതൽ ഉണർവ് പകരുകയും ചെയ്തു. ഓണം 2025 ആഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ പശ്ചിമ ഇംഗ്ലണ്ടിലെ വിവിധ മലയാളി അസോസിയേഷനുകളിൽപ്പെട്ട 8 ടീമുകൾ പങ്കെടുത്ത ക്രിക്കറ്റ് ടൂർണമെന്റും വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഈ ഓണാഘോഷം ബോൺമൗത്ത് മലയാളി അസോസിയേഷൻ വലിയ വിജയമായി. ഓൾ UK ക്രിക്കറ്റ് ടൂർണമെന്റ് സ്റ്റീവനേജിൽ. ഓൾ UK ക്രിക്കറ്റ് ടൂർണമെന്റ് സ്റ്റീവനേജ് നെപ്വർത്ത് പാർക്ക് ക്രിക്കറ്റ് ക്ലബ് സ്റ്റേഡിയത്തിൽ വെച്ച് ഈ മാസം 21 ഞായറാഴ്ച നടക്കും. നോക്കൌട്ട് അടിസ്ഥാനത്തിലാവും മത്സരം നിയന്ത്രിക്കുക. പ്രശസ്ത മലയാളി ക്രിക്കറ്റ് ക്ലബ് സ്റ്റീവനേജ് കൊമ്പൻസും ലൂട്ടൺ മലയാളികളുടെ ക്രിക്കറ്റ് ക്ലബ്ബായ ഹോക്സ് എലൈറ്റും സംയുക്തമായിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിലെ 1ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 1001 പൗണ്ടും ട്രോഫിയും, റണ്ണറപ്പിന് 501 പൗണ്ടും ട്രോഫിയും സമ്മാനമായി നൽകും. കൂടാതെ ടൂർണമെന്റിലെ മികച്ച ബാറ്റ്സ്മാൻ, മികച്ച ബൗളർ, മാൻ ഓഫ് ദി സീരീസ് എന്നിവർക്കായി 100 പൗണ്ട് വീതം ക്യാഷ് പ്രൈസും നൽകുന്നതാണ്. പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.58 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.16 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 103.64 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.36 US ഡോളർ. ഇനി US കാനഡ ന്യൂസ്. വിദേശ വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരമില്ലാത്ത US. നയപരമായ സമ്മർദ്ദങ്ങൾ, വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി താരിഫുകൾ, കർശനമായ കുടിയേറ്റ നിയന്ത്രണങ്ങൾ, വ്യാപകമായ ഫെഡറൽ പിരിച്ചുവിടലുകൾ എന്നിവ കാരണം US-ൽ വിദേശ വിദ്യാർത്ഥികൾക്കുള്ള തൊഴിലവസരങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. ഓഗസ്റ്റിൽ 22,000 പുതിയ കാർഷികേതര ജോലികൾ മാത്രമേ വിസ അനുവദിക്കുന്നതിനുള്ള പട്ടികയിൽ ചേർത്തിട്ടുള്ളൂ എന്നാണ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് വെളിപ്പെടുത്തിയത്. ജൂലൈയിലെ പുതുക്കിയ 79,000-ൽ നിന്നും കുത്തനെയുള്ള മാന്യതയാണ് ഇത് കാണിക്കുന്നത്. F1, J1 വിസകളിൽ വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരുന്ന തടസ്സങ്ങൾ നേരിടുന്നു. പഠന സമയത്ത് പാർട്ട് ടൈം ജോലികൾ ചുരുങ്ങുന്നു. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്, H1B വിസകൾ വഴിയുള്ള ബിരുദാനന്തര തൊഴിൽ വഴികൾ എന്നിവ കൂടുതൽ അനിശ്ചിതത്വത്തിലുമാണ്. അന്താരാഷ്ട്ര പ്രതിഭകളെ ഉൾക്കൊണ്ടിരുന്ന സാങ്കേതിക വിദ്യ, ധനകാര്യം, പ്രൊഫഷണൽ സേവന മേഖലകൾ, പിരിച്ചുവിടലുകളും നിയമന മരവിപ്പിക്കലുകളും നേരിടുന്ന ഗുരുതരമായ നിലവിലെ സാഹചര്യം വിസ സ്പോൺസർഷിപ്പിനെയും കരിയർ ആസൂത്രണത്തെയും സങ്കീർണമാക്കുന്നു.
ജൂലൈ മാസത്തെ അപേക്ഷിച്ച് ശരാശരി മണിക്കൂർ വരുമാനം 0.3% വർദ്ധിച്ചപ്പോൾ തൊഴിലില്ലായ്മയുടെ ശരാശരി ദൈർഘ്യം 24.5 ആഴ്ചയായി വർദ്ധിച്ചത് ഘടനാപരമായ വെല്ലുവിളികളെ അടിവരയിടുന്നു. ഇത് ഏറെ പ്രയാസത്തിലാക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയാണ്. കുറഞ്ഞ ഇന്റേൺഷിപ്പുകൾ, പരിമിതമായ നെറ്റ്വർക്കിംഗ്, ഉയർന്ന സാമ്പത്തിക ദുർബലത എന്നിവയിലേക്ക് ഈ സാഹചര്യം അവരെ തള്ളിവിടുന്നു. കൂട്ടത്തോടെ US വിടാൻ ശാസ്ത്രജ്ഞർ. കുറഞ്ഞ ഫണ്ടിംഗ്, കർശനമായ കുടിയേറ്റ നിയമങ്ങൾ, വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്നിവ ഗവേഷകർക്ക് US തൊഴിൽ സുരക്ഷിത അന്തരീക്ഷം ഇല്ലാതാക്കിയതായി റിപ്പോർട്ട്. US ആസ്ഥാനമായുള്ള ഗവേഷകരിൽ 3/4 രാജ്യം വിടാൻ ആലോചിക്കുന്നതായാണ് ഈ വർഷം മാർച്ചിൽ നേച്ചർ ജേണൽ നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയത്. ചൈനയും യൂറോപ്പും പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളായി ഉയർന്നു വരുന്നതിനാൽ വിദേശ ജോലികൾക്കുള്ള അപേക്ഷകളിൽ വർധനവ് ഉണ്ടായതായും സർവേ കാണിക്കുന്നു. ഗവേഷകരെ ആകർഷിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ 500 മില്യൺ യൂറോയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. കാലാവസ്ഥ, പരിസ്ഥിതി ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ US വരുത്തിയ വെട്ടിക്കുറയ്ക്കലുകൾ ശാശ്വതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ US ആഗോള നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നും നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. വാക്സിന് വിലക്ക്, US ആരോഗ്യം പരുങ്ങലിൽ. ശൈത്യകാലം അടുത്തിരിക്കെ US സർക്കാർ കോവിഡ് വാക്സിനേഷനുകൾ വ്യാപകമായി ശുപാർശ ചെയ്തിട്ടില്ലാത്തതിനാൽ വാർദ്ധക്യത്തിലുള്ളവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും തങ്ങളുടെ ആരോഗ്യം അപകടത്തിലാണെന്ന ആശങ്കയിലാണിപ്പോൾ. ആരോഗ്യ സെക്രട്ടറി റോബർട്ട് F. കെന്നഡി ജൂനിയറിന്റെ നേതൃത്വത്തിൽ US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷന്റെ പുതിയ കോവിഡ് വാക്സിൻ മാർഗനിർദ്ദേശങ്ങൾ US ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുന്നതായി പ്രതിഷേധമുയരുന്നു. ആരോഗ്യ സെക്രട്ടറിയുടെ മേക്ക് അമേരിക്ക ഹെൽത്ത് അഗെയിൻ പദ്ധതിയും അമേരിക്കക്കാർക്ക് ആരോഗ്യ മേഖല അപ്രാപ്യമാക്കുന്നതായാണ് ആരോപണം. വരാനിരിക്കുന്ന ശരത്കാലത്തും ശൈത്യകാലത്തും കോവിഡ് അണുബാധ മൂലമുള്ള ഗുരുതരമായ രോഗങ്ങളുടെ അപകട സാധ്യത കൂടുതലാണെന്ന് അറിയപ്പെടുന്ന 65 വയസ്സും അതിൽ കൂടുതലുമുള്ള ആളുകൾക്ക് മാത്രം കോവിഡ് വാക്സിനുകൾ നൽകുക എന്നതാണ് പുതിയ നയം. എന്നാൽ ഒരു അടിസ്ഥാന മെഡിക്കൽ അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ചെറുപ്പക്കാർക്ക് കോവിഡ് വാക്സിനേഷൻ യോഗ്യത ലഭിക്കൂ. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയിൽ ഹരം കൊണ്ട് നവാരോ. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയിൽ ഹരം കൊണ്ടിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X പങ്കുവച്ച പുതിയ ട്വീറ്റിൽ ഇന്ത്യ വീണ്ടും റഷ്യൻ എണ്ണ വാങ്ങിയതായി നവാര ആരോപിച്ചു. ഉക്രൈൻ സംഘർഷത്തിന് മുമ്പ് ന്യൂഡൽഹി മോസ്കോയിൽ നിന്നും വലിയ അളവിൽ ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നതിലൂടെ ഉക്രൈനിലെ യുദ്ധത്തിന് റഷ്യയ്ക്ക് പരോക്ഷമായി ധനസഹായം നൽകുന്നു എന്ന് ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് പീറ്റർ നവാരോ. റഷ്യ ഉക്രൈൻ ആക്രമിക്കുന്നതിന് മുമ്പ് ഇന്ത്യ റഷ്യൻ എണ്ണവില വലിയ അളവിൽ വാങ്ങിയിരുന്നില്ല. ഇത് രക്തപ്പണമാണെന്നും ആളുകൾ മരിക്കുകയാണ്, നാണക്കേട് തോന്നുന്നു എന്നാണ് നവാര കുറിച്ചത്. നേരത്തെ എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ നവാരയുടെ ഇന്ത്യ വിരുദ്ധ പോസ്റ്റ് വസ്തുതാ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും തെറ്റായ വിവരമെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വീണ്ടും പ്രകോപനവുമായി US വാണിജ്യ സെക്രട്ടറി. ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫ് നികുതിയെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ വീണ്ടും ഇന്ത്യ വിരുദ്ധ പ്രകോപന പ്രസ്താവനയുമായി US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കും ചേരുന്നു. ഇപ്പോഴത്തെ നിസ്സഹരണം അവസാനിപ്പിച്ച് ഇന്ത്യ 2 മാസത്തിനുള്ളിൽ US ക്ഷമ പറയുമെന്ന പ്രസ്താവനയുമായി US വാണിജ്യ സെക്രട്ടറി പറഞ്ഞത്. 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ US ഒരു ചർച്ചയ്ക്ക് തയ്യാറാകും. അവർ നമ്മളോട് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഡൊണാൾഡ് ട്രംപുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നും ഹോവാർഡ് കൂട്ടിച്ചേർത്തു. അതല്ല എങ്കിൽ ഇന്ത്യ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന US കയറ്റുമതിക്കുള്ള 50% തീരുവ നൽകാൻ നിർബന്ധിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപിന് ലോസ് ഏഞ്ചൽസിൽ റെയ്ഡ് നടത്താം. ലോസ് ഏഞ്ചൽസിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയുന്നതിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെ വിലക്കുന്ന ഉത്തരവ് US സുപ്രീം കോടതി പിൻവലിച്ചു. ഇതോടെ വംശം, ഭാഷ, ജോലി എന്നിവയുടെ പേരിൽ മാത്രം ആളുകളെ തടയരുതെന്ന കോടതി ഉത്തരവ് ഇല്ലാതായി. ഇതോടെ ഫെഡറൽ ഏജന്റുമാർക്ക് ലോസ് ഏഞ്ചൽസിൽ വ്യാപകമായ കുടിയേറ്റ വിരുദ്ധ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയും. ലോസ് ഏഞ്ചൽസിൽ ഇമിഗ്രേഷൻ ഏജന്റുമാരുടെ റോവിംഗ് പട്രോളിംഗ്, വിവേചന രഹിതമായ അറസ്റ്റുകൾ,
നടത്തുന്നതായി കണ്ടെത്തിയ ലോസ് ഏഞ്ചൽസിലെ US ജില്ലാ ജഡ്ജി മാം ഇ ഫ്രിംഫോങ്ങിന്റെ നിരോധന ഉത്തരവിനെതിരെ സ്റ്റേ അനുവദിച്ചുകൊണ്ട് ട്രംപിന്റെ ഭരണകൂടത്തിന് അനുകൂലമായി കോടതി വിധിച്ചു. ചിക്കാഗോ ഭീതിയിൽ ഫെഡറൽ ഉദ്യോഗസ്ഥർ കടന്നുവരും. ഏതു നിമിഷവും US-ലെ മൂന്നാമത്തെ വലിയ നഗരമായ ഷിക്കാഗോയിൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് നടപടികളും ദേശീയ ഗാർഡ് വിന്യാസവും നടത്തുമെന്ന് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുമാർ സാന്നിധ്യമുണ്ടാകുമെന്നും ഒരു ഷിക്കാഗോ പ്രാന്ത പ്രദേശമായ തങ്ങളുടെ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തന സാധ്യതയെക്കുറിച്ച് വാരാന്ത്യത്തിൽ തങ്ങളെ അറിയിച്ചതായും പ്രാദേശിക ഉദ്യോഗസ്ഥർ പറഞ്ഞതിനെ തുടർന്ന് ഫെഡറൽ ഏജന്റുമാരെ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഇവാൻസ്റ്റൺ നഗരം ഒരു പ്രസ്താവനയിൽ പുറപ്പെടുവിച്ചു. വരും ദിവസങ്ങളിൽ ഐസ് ഏജന്റുമാരെ അവരെ വിന്യസിക്കുമെന്നും സൂചിപ്പിക്കുന്ന ഗവർണറുടെ ഓഫീസിൽ നിന്ന് വിവരം ലഭിച്ചതായും ഇവാൻസ്റ്റണിലെ മേയർ ഡാനിയൽ ബിസ് പ്രാദേശിക മാധ്യമമായ ഇവാൻസ്റ്റൺ നൗവിനോട് പറഞ്ഞു. അഫിഗ്യാൻ പട്ടേലിന് ആദരാഞ്ജലി. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഫ്ലോറിഡയിലെ അന്ന മരിയ ദ്വീപിലെ ബീൻ പോയിന്റ് ബീച്ചിൽ മുങ്ങിമരിച്ച വിദ്യാർത്ഥി 20 വയസ്സുള്ള ഇന്ത്യൻ വിദ്യാർത്ഥി അഭിഗ്യാൻ പട്ടേലാണ് സ്ഥിരീകരിച്ചു. US കോസ്റ്റ് ഗാർഡ്, മനാറ്റി കൗണ്ടി ഷെരീഫ് ഓഫീസ്, ലോങ് ബോട്ട് കീ പോലീസ്, ഹോം ബീച്ച് പോലീസ്, വെസ്റ്റ് മനാറ്റി ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവരുമായി ചേർന്ന് നടത്തിയ വിപുലമായ തിരച്ചിലിനു ശേഷമാണ് തിങ്കളാഴ്ച പട്ടേലിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് തൊട്ട് മുമ്പ് പട്ടേൽ മറ്റൊരാളോടൊപ്പം നീന്തുന്നതിനിടയിൽ തിരയിൽപ്പെട്ട് കൂട്ടുകാരനെ രക്ഷപ്പെടുത്തിയപ്പോൾ ശക്തമായ ഒഴുക്കിൽ പട്ടേൽ കുടുങ്ങുകയായിരുന്നു. ലേക്ക്ലാൻഡ് ഏവിയേഷൻ സ്കൂളിലെ 4 സഹവിദ്യാർത്ഥികളോടൊപ്പമാണ് അഭിഗ്യാൻ പട്ടേൽ ദ്വീപ് സന്ദർശിച്ചത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. അജ്മാനിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിശ്ചിത സ്ഥലത്ത് മാത്രം പാർക്ക് ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. നിയമം ലംഘിച്ചാൽ 5000 ദിർഹം മുതൽ 20,000 ദിർഹം വരെ പിഴ ചുമത്തും. ഇതിനു പുറമെ പെട്രോളിയം വ്യാപാര അനുമതികൾ താൽക്കാലികമായി റദ്ദാക്കുകയും ചെയ്യും. പെട്ടെന്ന് തീപിടിക്കുന്ന ഈ വസ്തുക്കളുടെ അപകട സാധ്യതകൾ മുൻനിർത്തിയാണ് നിശ്ചിത സ്ഥലങ്ങളിലല്ലാതെ വാഹനങ്ങൾ നിർത്തിയിടരുത് എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്. ജനത്തിരക്കേറിയ സ്ഥലങ്ങളിലോ മറ്റു വാഹനങ്ങൾക്കായുള്ള പാർക്കിംഗ് പ്രദേശങ്ങളിലോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിർത്തിയിടാൻ പാടില്ല. പുറപ്പെടുവിച്ച തീയതി മുതൽ അടുത്ത 30 ദിവസത്തിനകം തീരുമാനം പ്രാബല്യത്തിലാകും. UAE-യിൽ പുതിയതായി എത്തുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ചിക്കൻ പോക്സിനെതിരെ പ്രതിരോധ വാക്സിൻ നൽകണമെന്ന് ആരോഗ്യ വിദഗ്ധർ. ദേശീയ ആരോഗ്യ പ്രതിരോധ ശേഷി പദ്ധതിയുടെ ഭാഗമായി 12 മാസം പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നുണ്ട്. സ്കൂൾ തുറന്നതിനാൽ രോഗം പടരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ്. ആരോഗ്യ ഭീഷണിയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. വാരിസെല്ല സോസ്റ്റർ വൈറസ് മൂലമുണ്ടാകുന്ന ചിക്കൻ പോക്സ് കേസുകളിൽ പനി, ചൊറിച്ചിൽ, ശരീരത്തിൽ കുമിള പോലെ തടിപ്പ് എന്നിവയാണ് ലക്ഷണങ്ങൾ. മറ്റാരോഗ്യ പ്രശ്നമുള്ളവർക്ക് മസ്തിഷ്കാണുബാധ, ന്യൂമോണിയ എന്നീ രോഗാവസ്ഥയായി മാറുന്നതോടെ അപകട സാധ്യത കൂടും. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനാണ് വാക്സിൻ എടുക്കാൻ നിർദ്ദേശിക്കുന്നത്. UAE-യിലെ വിവിധ വിമാനത്താവളങ്ങളിലൂടെ 2015-നും 2024-നും ഇടയിൽ യാത്ര ചെയ്തത് 100 കോടി യാത്രക്കാർ. ഫെഡറൽ കോമ്പറ്റിറ്റീവ്നെസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ ആണ് കണക്ക് പുറത്തുവിട്ടത്. UAE-യിലെ വ്യോമയാന മേഖല ഇക്കാലയളവിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. വിവിധ വിമാനത്താവളങ്ങളിലൂടെ 64 ലക്ഷത്തിലേറെ വിമാനയാത്രകളും രേഖപ്പെടുത്തി. 2015-ൽ മാത്രം 11.48 കോടി ആളുകൾ യാത്ര ചെയ്തിരുന്നു. UAE-യിലെ വിമാനത്താവളങ്ങളിലൂടെ ആകെ യാത്ര ചെയ്തത്. 2024-ൽ ഇത് 14.78 കോടിയിലെത്തി. 2015-നും 2024-നും ഇടയിൽ UAE-യിലെ വിവിധ വിമാനത്താവളങ്ങളിലായി വന്നതും പോയതും കൂടാതെ ട്രാൻസിറ്റ് യാത്രക്കാർ ഉൾപ്പെടെയാണ് 100 കോടി കവിഞ്ഞത്. വ്യോമഗതാഗത ഗുണനിലവാര സൂചികയിൽ UAE ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തെത്തിയതായും മറ്റ് 5 സൂചകങ്ങളിൽ ലോകത്തിലെ മികച്ച 10-ൽ ഇടം നേടിയതായും സെന്റർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.5 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 24 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 288.76 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 228.97 ഇന്ത്യൻ രൂപ. പ്രധാന പരിശീലകൻ ന്യൂനോ എക്സ്പിരിറ്റോ സാന്റോയെ പുറത്താക്കി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഇന്നലെ പാതിരാത്രിയാണ് കോച്ചിനെ മാറ്റിയ വിവരം ക്ലബ്ബ് പുറത്തുവിടുന്നത്.
വിജയകരമായ ഒരു കാലഘട്ടത്തിലെ ന്യൂനോയുടെ എല്ലാ സംഭാവനകൾക്കും നന്ദി എന്ന് ക്ലബ്ബ് കുറിച്ചു. 21 മാസമാണ് ന്യൂനോ നോട്ടിംഗ്ഹാമിന്റെ ഹെഡ് കോച്ചായി ഉണ്ടായിരുന്നത്. 2 ആഴ്ച മുൻപ് ടീം ഉടമ ഇവാഞ്ചെലോസ് മറിനാസ്കുമായി തന്റെ ബന്ധം തെറ്റിയെന്ന് ന്യൂനോ പറഞ്ഞിരുന്നു. സമീപകാല സാഹചര്യങ്ങളെ തുടർന്ന് ന്യൂനോ എസ്പിരിറ്റോ സാന്റോയെ ഇന്ന് ഹെഡ് കോച്ച് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതായി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഫുട്ബോൾ ക്ലബ്ബ് സ്ഥിരീകരിച്ചു. മുൻ കോച്ച് സ്റ്റീവ് കൂപ്പറിനെ പുറത്താക്കിയതിനു ശേഷം 2023 ഡിസംബറിലാണ് 51-കാരനായ ന്യൂനോയെ കോച്ചിംഗ് സ്ഥാനത്തേക്ക് നോട്ടിംഗ്ഹാം പരിഗണിച്ചത്. ക്ലബിനെ തരം താഴ്ത്തലിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.